This is the lesson 7, module 2. When fasting must be broken, what are the danger signs? Breaking the fast is mandatory when danger appears. Danger signs include dizziness and fainting, severe weakness, confusion, chest pain, breathlessness, low or very high blood sugar. Ignoring these signs is not patience, it is a negligence. Islam does not reward self-harm. The correct action is confusion, chest pain, breathlessness, low or very high blood sugar. Ignoring these signs is not patience, it is a negligence. Islam does not reward self-harm. ഒരാൾ നോമ്പെടുത്തു, വളരെ ചില ഘട്ടത്തിൽ നോമ്പ് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അതൊരു വ്യക്തിയുടെ ഈമാൻ്റെ കുറവുകൊണ്ടൊന്നല്ല, അവരാരോഗ്യത്തിന് ഇത് അപകടകരമാണെന്ന് തോന്നുന്നൊരു, ജീവന് ഭീഷണിയാവെന്ന് തോന്നുന്നൊരു നിമിഷത്തിൽ, നോമ്പ് പാടില്ലാത്തൊരു നിമിഷത്തിൽ നോമ്പ് ബ്രേക്ക് ചെയ്യണം. ഏതൊരു സാഹചര്യത്തിലാണ് അതിന് കാണിക്കുന്ന ഡേഞ്ചർ സൈൻസ് എന്തൊക്കെയാണ്? അപകടം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ നോമ്പ് മുറിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്തൊക്കെയാണ് ഈ അപകട സൂചനകൾ? തലകറക്കം വരിക, തലകറങ്ങി വീഴുക, വളരെ അതിശക്തമായിട്ടുള്ള വീക്ക്നെസ്, ഒരു കൺഫ്യൂഷൻ ആവുന്നൊരു സാഹചര്യം, ചെസ്റ്റ് പെയിൻ, വല്ലാതെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, ബ്ലഡ് ഷുഗർ പറ്റെ കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ പറ്റെ കൂടുക. ഈ ലക്ഷണങ്ങളെ അവഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പേഷ്യൻസ് ആണെന്ന് വിചാരിക്കരുത്, അത് അവഗണനയാണ്. സ്വന്തത്തിന് അപകടം ഉണ്ടാക്കുന്നത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത്തരം ഘട്ടത്തിൽ എന്താണ് നമ്മൾ എടുക്കേണ്ട ആക്ഷൻ? നോമ്പ് ബ്രേക്ക് ചെയ്യുക, പെട്ടെന്ന് മെഡിക്കൽ സഹായം സ്വീകരിക്കുക. ഹെൽത്ത്, ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ടേക്ക് ദ ഫാസ്റ്റ്, സീക്ക് മെഡിക്കൽ ഹെൽപ്പ്, റിക്കവർ ഫസ്റ്റ്. ഹെൽത്ത് ഈസ് നോട്ട് നെഗോഷ്യബിൾ.